തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിക്കുന്നു. അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷക്കാലങ്ങളിൽ കേരളത്തിന്റെ പൊതുവികസനങ്ങളിലും ജനക്ഷേമ നടപടികളിലും അനിതര സാധാരണമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനങ്ങളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി ഉണ്ടായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനിലപാട്. ഈ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായ അനുഭവങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ അർത്ഥത്തിലാണ് നടത്തുക. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ രാഷ്ട്രീയ പാർട്ടികളിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ തെരഞ്ഞെടുപ്പ് റിവ്യൂ പൂർണ്ണമാക്കി കേരളത്തിന്റെ പൊതുനില പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ റിവ്യൂവിന്റെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ യോഗം പോയിട്ടില്ല. അത് പാർട്ടികളിലെ ചർച്ചയ്ക്ക് ശേഷം ജനുവരി ആദ്യത്തെ ആഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ ജനവിധി മാനിച്ച് പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള അവസരവാദപരമായ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സ്വീകരിക്കില്ല. അത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിലും അവിടെ രൂപപ്പെട്ടു വരുന്ന സ്ഥിതിഗതികളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിധി മാനിച്ചുകൊണ്ടുള്ള നിലപാട് മാത്രമേ LDF സ്വീകരിക്കുള്ളൂ. അല്ലാത്ത അവസരവാദപരമായ ഒരു നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളെല്ലാം പല തലങ്ങളിലും വിശകലനം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം വളരെ ഗൗരവത്തിലെടുത്ത് മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ് ഞങ്ങൾ പൊതുവെ കാണുന്നത്.